ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ഒരു വെറൈറ്റി വടയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് കാണുമ്പോൾ ഏകദേശം പരിപ്പ് വട പോലെ തന്നെ തോന്നിപ്പിക്കും. സ്വാദിലും പരിപ്പ് വടയേക്കാൾ ഒട്ടും പുറകിലല്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വട ഉണ്ടാക്കിയെടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചക്കവടയാണ്. ചക്കവട ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ പച്ച ചക്കയാണ് എടുത്തിട്ടുള്ളത്. വടയിൽ ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു സവാള, 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, മല്ലിയില, കറിവേപ്പില എന്നിവയെല്ലാം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ചക്കച്ചുളകളെല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതേപോലെ നന്നായി അരയേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഒന്ന് തരുതരിങ്ങനെ അരച്ചെടുത്താൽ മതി. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇതിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അരച്ചെടുത്ത ചക്ക ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച കഷ്ണങ്ങളൊക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് സവാള, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, ഇഞ്ചി ഇവയെല്ലാം ചേർത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഞാനിവിടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇവ ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആവശ്യത്തിന് ഉപ്പ്, അല്പം കായം പൊടി എന്നിവ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. കുഴക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വടയുണ്ടാക്കിയെടുക്കാം. വടയുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് വട ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വാഴയിലെടുത്ത് അതിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം മാവിൽ നിന്നും ചെറിയ ഉരുളകളാക്കിയെടുത്ത് ഇലയിൽ വെച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഒരു പാകം വലിപ്പത്തിൽ പരത്തിയെടുക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്കിട്ട് നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വട ഫ്രൈ ചെയ്തെടുക്കാം. വടയുടെ ഒരു വശം വെന്തിട്ടുണ്ട്. നമുക്ക് മറുവശവും ഫ്രൈ ചെയ്തെടുക്കാം. വടയുടെ 2 വശവും വെന്തിട്ടുണ്ട്. നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്നും കോരി മാറ്റിവെക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.